പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ലക്ഷ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്ന് എന്റെ ആപരാധി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കുകയും യഹോവ എന്നോട് ഉത്തരം അരുളി ചെയ്തത്, നീ ദർശനം എഴുതുക, ഓടിപ്പോകുന്നവനെ പോലും വായിക്കാൻ തക്കവണ്ണം അത് പലകിൽ തെളിവായി എഴുതുക. ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല എന്നുള്ളതാണ് നാം വായിച്ച വചനം. ഇവിടെ ഞാൻ ചിന്തിക്കുന്ന വചനം കാത്തിരിപ്പ് എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥനയാണ് ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം എഴുതുക എന്നവിടെ കാണുന്നു. 2-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ. 2-4 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ്. 2-5-8 വാക്യങ്ങളില് ആക്രമണകുതികളായ കൽദയർക്ക് അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ പറയുന്നു. 2-ാം അധ്യായം 9 തൊട്ട് 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വയം അവകാശം പിടിച്ചു പറ്റുന്നവർക്കും അയ്യോ കഷ്ടം. ഹല്ലേലൂയ. അടുത്തത് 2-12 തൊട്ട് 14 വരെ വാക്യം ബലാത്കാരികൾക്ക് അയ്യോ കഷ്ടം. 2-15 തൊട്ട് 17 വരെ വാക്യം വായിക്കും മൃഗീയമായി പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. 2-18 തൊട്ട് തുടർന്നുള്ള വാക്യങ്ങൾ 20 വരെ വായിക്കുമ്പോൾ വിഗ്രഹാരാധികൾക്ക് അയ്യോ കഷ്ടം. വളരെ പ്രാർത്ഥനയോടെ മാത്രമേ ഈ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഈ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന് 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നത് അപൂർവമാണ്. എങ്കിലും അത് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇത് ഞാൻ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവം തന്റെ ജനത്തെ കാവൽ കാത്തുകൊണ്ട് സംരക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മെ ഇത്രമാത്രം രാവും പകലും കാത്ത് സംരക്ഷിച്ച് നമ്മെ കാവൽ കാത്ത് സൂക്ഷിക്കുവാൻ നമ്മോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ശത്രുവിനെ വിട്ടുകൊടുക്കാതെ, ദുഷ്ടന്മാർക്ക് വിട്ടുകൊടുക്കാതെ, പരിഹാസികൾക്ക് വിട്ടുകൊടുക്കാതെ, ദുഷ്ടമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, അന്ധകാര ശക്തികൾക്ക് വിട്ടുകൊടുക്കാതെ, പൈശാചിക ബാധകൾക്ക് വിട്ടുകൊടുക്കാതെ, ദേശത്ത് നമുക്ക് ഉയരുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ ദൈവം നമ്മെ കാവൽ കാത്ത് സൂക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളെ കാവൽ കാത്ത് സൂക്ഷിക്കുവാൻ ഒരു നല്ല ദൈവമുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പതറിപ്പോകരുത്. വിശ്വാസത്താൽ നിങ്ങൾ മുന്നേറണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തന്റെ ജനത്തെ കാവൽ കാത്തുകൊണ്ട് സൂക്ഷിക്കുന്നവരുടെ ദൈവം പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാത്തിരിക്കൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. കാത്തിരിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. എന്നാൽ ഇന്ന് അനേക ദൈവമക്കൾക്കും കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ അവർ സ്വയം സംസാരിച്ചെഴുന്നേറ്റ് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. സഭയിലെ പ്രാർത്ഥന നോക്കിയാലും, ഭവനത്തിലെ പ്രാർത്ഥന നോക്കിയാലും, വ്യക്തിപരമായ പ്രാർത്ഥന നോക്കിയാലും സ്വയം സംസാരിക്കുക. സഭയിലും കുടുംബത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പരസ്പരം സംസാരിക്കുക. നമ്മുടെ സഭയിൽ പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ പറയുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ സ്മാർട്ട് വാച്ച് ഒക്കെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് കുട്ടികൾ വന്നിരുന്ന അപ്പോഴേ സ്മാർട്ട് വാച്ച് ഞെക്കുകയും തൊടുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ വീട്ടിലായിരുന്ന ആ സാധനം ഒരാഴ്ച മുഴുവൻ അവരവിടെ അത് ഉപയോഗിച്ച് സഭയ്ക്കകത്ത് വന്നിട്ടും പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക്
അസ്വസ്ഥതയുണ്ടാക്കുന്ന വിധത്തിൽ വീട്ടിൽ നിന്ന് സഭയിൽ കടന്നു വന്നിട്ടാണ് ഈ അല്ലെങ്കിൽ ഈ വാച്ച് ഇട്ട് തട്ടുകയും മുട്ടുകയും അത് നോക്കുകയും സൗന്ദര്യം കാണുകയും മൊബൈലിൽ തൂണ്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് അടുത്തിരിക്കുന്നവരോടൊക്കെ സംസാരിക്കണമെന്ന് തോന്നുന്നത്. അങ്ങനെ അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കാതെ സ്വയം സംസാരിച്ച് എഴുന്നേറ്റ് മടങ്ങിപ്പോകുന്നവരെ കൊണ്ട് സഭ നിറയപ്പെടുന്നു. അവര് നമ്മൾ തർജ്ജനം ചെയ്താൽ അവർ സഭയ്ക്ക് നേരെ വലിച്ചുകൊണ്ട് സഭയ്ക്ക് നേരെ എഴുന്നേറ്റ് തർജ്ജനം ചെയ്യുന്ന ദൈവദാസന് നേരെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കും. അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കും. മനസ്സുകൊണ്ടുപോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വിശ്വാസികൾ ദൈവസഭയ്ക്കകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ സഭയ്ക്കകത്ത് ചിലരെയൊക്കെ ശക്തമായി തർജ്ജനം ചെയ്തു കഴിഞ്ഞപ്പോൾ മൊബൈൽ തോണ്ടി ഇതുപോലെ സ്മാർട്ട് വാച്ചുകൾ തോണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അലസത വരുന്ന അഗോചരമാകുന്ന വിധത്തിലുള്ള ഇടപാടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവയെ ശക്തമായി തർജ്ജനം ചെയ്തപ്പോൾ അവർ സഭയ്ക്ക് നേരെ എനിക്ക് നേരെ വലിയ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എനിക്കത് സന്തോഷമാണ്. ഞാൻ ഇന്നലെ ഒരു ദൈവത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വയലിൽ ഒളിച്ചു വെച്ച നിധിയെക്കുറിച്ച് ഞാനൊരു മെസ്സേജ് പറഞ്ഞു. അപ്പം വയലിൽ ഒളിച്ചു വെച്ച നിധി എന്ന് പറയുമ്പോൾ അതൊരു നിക്ഷേപമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നിടത്തോളം കാലം, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നിടത്തോളം കാലം, ഈ സുവിശേഷം സകല ജനത്തോടും പറയുന്നിടത്തോളം കാലം എനിക്ക് നേരെ കടന്നു വരുന്ന നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും അപവാദങ്ങളും എല്ലാം ഞാൻ ഒരു നിധിയായിട്ട് സ്വീകരിക്കുക. അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. ഞാനൊരു നിധിയായിട്ട് സ്വീകരിക്കുമ്പോൾ അതെന്റെ മനസ്സറിഞ്ഞ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവരുടെ ജീവിതത്തിന് വിധിയായി മാറും. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പരിഹാസം പറയുന്നവരെയും നിന്ദിക്കുന്നവരെയും അപമാനിക്കുന്നവരെയും നിങ്ങളെക്കുറിച്ച് കളവായി പറയുന്നവരൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവരോട് മറുപടി പറയാൻ നിൽക്കരുത്. അതൊരു നിധിയായിട്ട് നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തേക്കണം. നിങ്ങൾ പറഞ്ഞ കർത്താവ് ആ പുള്ളി എന്നെ പരിഹസിച്ച് നിന്ദിച്ച് അപമാനിച്ച് ഞാൻ നിധിയായി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു സമാധാനമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് പലർക്കും കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. സ്വയം സംസാരിച്ച് എഴുന്നേറ്റ് പോകുകയാണ്. സഭായോഗത്തിന് വരുന്നത് ചിലരൊക്കെ നേരത്തെ 10 മണിക്ക് മുമ്പ് വരും, ചിലർ 10 മണിയോട് കൂടി തന്നെ വരും, ചിലർ 10:30, 10:45, 11 വരും. പിന്നെ അവരെന്ത് ചെയ്യും? ക്ലോക്കേ നോക്കുക. 1 മണിയായോ ക്ലോക്കേ നോക്കുക. അതിനിടയ്ക്ക് ഞെളിവിരി കൊള്ളുന്നു, ഉറക്കം തോന്നുന്നു, വിമിഷ്ടപ്പെടുന്നു, എന്തെല്ലാം. കാത്തിരുന്ന് കാത്തിരിക്കുവാൻ സമയമില്ലാതെ ലോകമോഹങ്ങളിലേക്ക് വഴുതി വീഴാൻ പിശാച് അവരെ ആഹ്വാനം ചെയ്യുമ്പോൾ, അവരുടെ മനസ്സിൽ പ്രേരണ കൊടുക്കുമ്പോൾ അവർ ദൈവസഭയ്ക്കകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ. അപ്പൊ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ കർത്താവിന്റെ മൃദുസ്വരം കേൾക്കാൻ കഴിയുള്ളൂ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ കർത്താവിന്റെ മൃദുവായ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മെ കാവൽ കാത്ത് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ശത്രുവിനെ നമ്മെ വിട്ടുകൊടുക്കാതെ കാവൽ കാത്ത് സംരക്ഷിക്കുന്ന ദൈവം. ആകെ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, പല സന്ദർഭങ്ങളിലും ദൈവഹിതം മനസ്സിലാക്കുവാൻ കഴിയാതെ നീ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ നീ പിന്നോക്കം പോകുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയണം. കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ നീ നല്ല മനസ്സ് വെക്കുമ്പോൾ നമ്മുടെ കർത്താവ് സ്തോത്രം, ആ കർത്താവിന്റെ മൃദുവായ സ്വരം നിന്റെ കാതുകളിൽ, നിന്റെ ആത്മാവിൽ ദൈവം കേൾപ്പിക്കും. പ്രൈസറോ. അപ്പൊ നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ നോക്കി പോകുമ്പോൾ, ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓടിച്ചു വായിപ്പാൻ തക്കമണ്ണവിടെ കാണുന്നുണ്ട്. എന്ന് പറയുന്ന കൊത്തളങ്ങളിൽ കാവൽ കാത്തുകൊണ്ടെന്ന് പറയുന്നത് ദൈവാലയത്തിലെ കാവൽപ്പുരയെ ഉദ്ദേശിക്കുക. കൊത്തളങ്ങളിൽ കാവൽ കാത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവാലയത്തിലെ കാവൽപ്പുരയെ ഉദ്ദേശിക്കുക. എന്നാൽ പ്രവാചകന്മാർ താമസിക്കുന്ന പ്രത്യേക മുറിയിൽ ദൈവ വെളിപ്പാടുകൾ പ്രാപിച്ച് ജനത്തെ അറിയിക്കാനായി താൻ കാത്തിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്കൊക്കെ താമസിക്കാൻ പ്രത്യേകമായിട്ടുള്ള മുറികളുണ്ടായിരുന്നു. അവിടെ മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയില്ല. പ്രവാചകന്മാർ ജീവിത വിശുദ്ധിയോടെ ദൈവത്തോട് ചേർന്നിരുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന ഒരു അനുഭവം അന്നുണ്ടായതുകൊണ്ട് പ്രവാചകന്മാർ താമസിക്കുന്ന പ്രത്യേക മുറിയിൽ ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നു. ആ ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ച്
ജനത്തോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകന്മാരെയാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത്. അല്ലേ? ഇന്നത്തെ പ്രവാചകന്മാർ അങ്ങനെയല്ല. ഇന്നത്തെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവർ ചിലവരെ 6 മാസം യാത്രയായിരുന്നു. അല്ലേ? ഒരു ദൈവദാസൻ എന്റെ സഭയിൽ വന്ന 6 മാസം യാത്രയായിരുന്നു ബസ്സേ. 4 മാസം അല്ലെ കാടാറ് മാസം എന്ന് പറഞ്ഞ 6 മാസം നാട്ടിലും 6 മാസം വീട്ടിലും എന്ന് പറഞ്ഞ. എന്നിട്ട് അവരിപ്പോൾ കിട്ടിയ ദൂതെന്നും പറഞ്ഞ് പല ദൂതുകൾ അറിയിക്കും. നിങ്ങൾ അതിനകത്ത് വഞ്ചിതരായി മാറരുത്. പ്രൈസലോ. ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പ്രത്യേകമായി അതിനു വേണ്ടി സമയത്തെ വേർതിരിച്ച് ദൈവസന്നിധി ഇരുന്ന് ദൈവശബ്ദം കേട്ട് ദൈവാലോചന കേട്ടിട്ട് ദൈവസഭയ്ക്കകത്ത് വന്നു പറയുന്ന ദൂതുകളാണ്, ജനത്തോട് സംസാരിക്കുന്ന ദൂതുകളാണ് അവിടെ ദൈവപ്രവൃത്തിക്ക് വെളിപ്പെടുന്നത്. അല്ലാതെ ഇപ്പോൾ കിട്ടിയ ദൂതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരരുത്. ചിലർ പറയും പാസ്റ്റർ സഭയിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ച് അന്ന് തൊട്ട് ഞാൻ വേദപുസ്തകത്തിൽ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മീറ്റിംഗിന് അന്ന് വരെ പുള്ളിക്കൊന്നും കിട്ടിയില്ല. വേദപുസ്തകം എത്രയോ എന്തുമാത്രം പറഞ്ഞു, അതുവരെ പുള്ളിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ പുള്ളി മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും സഭയ്ക്കകത്ത് വരുന്നത്. സഭയ്ക്കകത്ത് വന്ന് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥന വിഷയം ദൈവദാസന്മാര് പറയുമ്പോൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ സഹോദരിമാരുണ്ട്. അപ്പൊ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില ശബ്ദങ്ങളുണ്ട്, ചില പ്രാർത്ഥന ശബ്ദങ്ങളുണ്ട്, ചില ദൈവത്തിനുണ്ട്. അതോടനെ ഇവർ കയറി പിടിക്കും പ്രവാചകന്മാര്. പാസ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആലോചന കിട്ടി, സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആലോചന കിട്ടി. കാരണം പുള്ളിയൊന്നും കൊണ്ടുവന്നില്ല, പുള്ളിക്കൊന്നും കൊണ്ടുവരാനില്ലായിരുന്നു. 6 മാസം 4 മാസം നടക്കുന്നവനൊക്കെ എന്തോ കൊണ്ടുവരാനാ. അല്ലേ? അവര് വന്നപ്പോൾ സഹോദരി പ്രാർത്ഥിച്ചപ്പം കിട്ടിയതും സഹോദരൻ പ്രാർത്ഥിച്ചും കിട്ടിയതും ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പം കിട്ടിയതും അതാണ് പ്രസംഗിക്കുന്നത്. അല്ലേ? പിന്നെന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും. പഠിച്ച തൊഴിൽ മറക്കാത്തത് കൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഹബക്കൂക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്ക് വേണ്ടി പ്രത്യേകം വേർതിരിച്ച മുറികൾക്കകത്തിരുന്ന് അവർ ദൈവസനി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ആലോചന പ്രാപിച്ചിട്ട് ജനത്തോട് അറിയിക്കുന്ന ദൂതുകളുണ്ടായിരുന്നു. ആ ദൂതുകളിലൊന്നാണ് പ്രവാചകൻ നമ്മോട് പറയുന്ന ഈ വചനമെന്നൊക്കെ പറയുന്നത്. അല്ലേ? ഇന്ന് അനവധി ദൈവമക്കൾ പോലും പ്രവാചക ശബ്ദത്തിന്റെ പിന്നാലെയാ. സഭായോഗത്തിന് വരുന്നെങ്കിൽ തന്നെ പ്രവാചകൻ ഉണ്ടായിരിക്കണം. സഭയിലെ പ്രത്യേക മീറ്റിംഗിനും പ്രവാചകൻ ഉണ്ടായിരിക്കണം. പല മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ സഹോദരിമാർ ചോദിക്കും, പക്ഷെ ഇന്ന് ഏത് പ്രവാചകനാണ് വരുന്നേ, ഇന്ന് ഏത് പ്രവാചിക്കുക? അപ്പൊ ഞാനവരോട് പറയും, പ്രവാചകനും പ്രവാചിക്കൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടേ വന്നാൽ മതി. നിങ്ങൾക്ക് മനസ്സുണ്ടേ മാത്രം വന്നാൽ മതി. പ്രവചനം കേൾക്കാനായിട്ട് ആരും സഭയിലേക്ക് വരരുത്. പ്രവചനം കേൾക്കാനും പ്രവചനത്തിന്റെ മുമ്പിലിരിക്കാനും പ്രവചന ദൂത് കേൾക്കാൻ വേണ്ടി എന്റെ സഹോദര സഹോദരി നീ സഭയ്ക്കകത്ത് പോകരുത്. പ്രവചനം കേൾക്കാനും പ്രവചന ദൂത് കേൾക്കാനും നീ സഭയ്ക്കകത്ത് പോവുകയാണെങ്കിൽ നീ ഒരു ശാപം തന്നെയാണ്. അല്ലേ? പ്രവചനം ദൈവത്തിന് നിന്നോട് പറയാനുണ്ടെങ്കിൽ നീ സഭയ്ക്കകത്ത് മനസ്സോടെ കടന്നു പോവാ, മനസ്സോടെ കടന്ന് താഴ്മയുടെ പ്രാർത്ഥനയുടെ കടന്നു പോവാ. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും. പ്രവചനം ദൈവം തരുന്നത് ദൈവദാസന്മാർ പറയും. നീ ചോദിച്ച് അറിയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിന്നെക്കുറിച്ച് ദൂതോ പ്രവചനം ഒന്നും കാണത്തില്ല. പിന്നെ ചോദിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. അത് എന്നോട് ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സഭയ്ക്കകത്ത് എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞപ്പം ദൂതുകൾ ചോദിക്കുക, ആലോചന ചോദിക്കുക. എല്ലാവരോടും നമുക്ക് ആലോചന പറയാനുണ്ടോ? പിന്നെ ഒരു പരുവത്തിൽ തട്ടിമുട്ടി അവിടുന്ന് ബോധമെന്ന് പറഞ്ഞു. തട്ടിമുട്ടി പോരുന്ന പ്രവചനം കേൾക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടുത്തെ കള്ളപ്രവാചകന്മാർ ഭൂമിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവസന്നിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാലോചന കേട്ട് കർത്താവിന്റെ മൃദുവായ ശബ്ദം കേട്ട് ദൈവിക ദൂതുകൾ പ്രാപിച്ചു വരുന്ന അനവധി പ്രവാചകന്മാർ ദൈവസഭയ്ക്കകത്തുണ്ട്. ലേരിയ ശക്തരായ പ്രായമുള്ള പ്രവാചകന്മാർ നമ്മുടെ സഭയിലുണ്ട്. ഇന്നത്തെ പ്രായം കൂടി ആർക്കും വേണ്ട. ചില തലനരച്ച് മുടി അവല്യ മീശയൊക്കെ അലയ്യ ഒന്ന് നരച്ച് കവളയ്ക്ക് തൊട്ടിയ പ്രവാചകന്മാർ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നവർ ഇന്നത്തെ സഭയ്ക്ക് വേണ്ട. ഇന്നത്തെ സഭയ്ക്ക് ന്യൂ ജനറേഷൻ എല്ലാം പുതിയത് മതി. അവർ വന്നിട്ട് ഇപ്പം കിട്ടിയത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? പ്രവചനത്തിൽ ആശ്രയിക്കുന്ന, പ്രവചനത്തിൽ മാത്രം ജീവിക്കുന്നവരുടെ നിങ്ങൾക്ക് പഴയ അനുഭവത്തിൽ തന്നെ നിന്നാൽ പോരായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാം കേൾക്കുകയും കാണുകയും കേൾക്കുകയും പറയുകയും എവിടെ വേണം പോവുകയും എന്നും നിങ്ങൾക്ക് പുതിയ പുതിയ ആലോചന കിട്ടിയേനെ. സ്തോത്രം.
പ്രവചനം കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര ആയിരക്കണക്കിന് രൂപ ഓരോരുത്തർ കൊടുക്കുന്നതെന്നറിയാമോ? എന്നാൽ സഭയിലെ പാസ്റ്റർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള മനസ്സില്ല. അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി മുട്ടുമിന്ന് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ഉപവസിക്കുന്ന പാസ്റ്റർക്ക് അദ്ദേഹത്തിന് ആഴ്ച സ്തോത്രകാഴ്ച പോലും കൊടുക്കാതെ പോകുന്ന വിശ്വാസികളുണ്ട്. അദ്ദേഹം ശുശ്രൂഷിച്ചിട്ട് ഒന്നും കൊടുക്കാതെ വീട്ടിൽ കടങ്ങുന്ന ഒരു പോലും കൊടുക്കാതെ പറഞ്ഞയക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ പ്രവാചകനെ രഹസ്യമായി വിളിച്ച് അവരെ വളരെ സൽക്കരിച്ച് അവർക്ക് ആയിരക്കണക്കിന് രൂപ പിറക്കി കൊടുക്കുന്നവരുമുണ്ട്. ലേവിയ എന്നെ കേൾക്കുന്ന പ്രശസ്തനെ മാനസാന്തരപ്പെടണം. അവിടെ വചനം പറയുന്നത് അല്ലേരിയ സ്തോത്രം അല്ലേരിയ. അപ്പം പ്രവാചകന്മാർ താമസിക്കുന്ന പ്രത്യേക മുറിയിൽ വെളിപ്പാട് പ്രാപിച്ച് ജനത്തെ അറിയിക്കാനായി അവർ കാത്തിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹബക്കൂക്കിന് ഉത്തരം ലഭിച്ചു. അത് തെളിവായി പലകയിൽ എഴുതുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പ്രവാചകനായിരുന്ന ഹബക്കൂക്ക് ദൈവസനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അല്ലേരിയ ഹബക്കൂക്കിന് അല്ലേരിയ ദൈവം അല്ലേരിയ ഉത്തരം നൽകി. അത് തെളിവായി ഒരു പലകയിൽ എഴുതുവാൻ ദൈവം ആവശ്യപ്പെട്ടു. കാരണം അല്ലേരിയ അവരെല്ലാം ഓടി രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു. ഓടുന്നവൻ അല്ലേരിയ വായിക്കാൻ തക്കവണ്ണം എന്നും വായിക്കുന്നവൻ ഓടിപ്പോകാത്തവണ്ണം എന്നും അതിന് ആശയം വരത്തക്ക വിധം പല പരിഭാഷകൾ കാണാൻ കഴിയാനകത്ത്. അപ്പം വേദപുസ്തകത്തിൽ കാണുന്ന യെശയ്യാവ് തൊട്ട് മാലാഖി വരെയുള്ള പ്രവാചകന്മാർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. ദൈവമാണ് അവരെ പ്രവാചകന്മാരാക്കി മാറ്റിയത്. അവരൊക്കെ പ്രത്യേകമായി അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന മുറിയിൽ കയറിയിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് ദൈവാലോചന അറിയിച്ചിരുന്ന ശക്തമായ പ്രവാചകന്മാരാണ്. അവരുടെ സന്ദേശങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ പ്രവചനം നീ പറയുവാൻ, പ്രവചനത്തിന്റെ ആത്മാവിൽ ദൈവം നിന്നെ നിറയ്ക്കുവാൻ ഒരുങ്ങുമ്പോൾ, പ്രവചനാത്മാവിൽ നിങ്ങളെ നിറച്ചു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ലേരിയ ഇപ്പോൾ കിട്ടിയ ദൂതമായിട്ട് നിങ്ങളൊന്നും പോകരുത്. ചിലരോട് ചോദിച്ചാൽ, ചില ദേവദാസന്മാരോട് ചോദിച്ചാൽ പറയും ഒരു വെടിക്കുള്ള മരുന്നുണ്ടെന്ന് പറയും. അല്ലേ, ഒരു വെടിക്കുള്ള മരുന്ന്. അതൊക്കെ എന്ത് ഭാഷയാ, എന്ത് രീതിയാ, എന്ത് സംസാരം എന്നറിയും. ഒരു വെടിക്കുള്ള മരുന്ന്. അപ്പം ചിലരെപ്പോഴും ഒരു വെടിക്കുള്ള മരുന്ന് കൊണ്ടാണ് നടക്കുന്നത്. ലോകത്തിൽ ജീവിച്ചപ്പോൾ, ലോകജനത്തെ പോലെ ജീവിച്ചപ്പോൾ നമ്മൾ പറയുന്നത് ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ടെന്ന്. അല്ലേരിയ സ്വതന്ത്രം അല്ലേരിയ. പണ്ടൊക്കെ ഞാൻ ഈ പുക വലിക്കുന്ന സമയത്ത് വീട്ടിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കായിരുന്നു. ഞാനുള്ള പച്ചയ്ക്ക് പറഞ്ഞ കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് ചോദിക്കും, ഇടാവ് എന്തുണ്ട് കയ്യിൽ? ഒരു വെടിക്കുള്ള മരുന്നുണ്ടെന്ന് പറയും. അല്ലേരിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രവാചകന്മാരൊക്കെ പറഞ്ഞു ഒരു വെടിക്കുള്ള മരുന്ന്. ആ ഒരു വെടിക്കുള്ള മരുന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നി. ഇതെന്താ കഞ്ചാവ് വല്ലതും ആണെന്ന് തോന്നുന്നു. അല്ലേരിയ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാനുള്ള കാര്യമൊക്കെ പറയും. സ്തോത്രം. അങ്ങനെ ഒരു വെടിക്കുള്ള മരുന്നുമായിട്ട് നമ്മൾ സഭയ്ക്കകത്ത് പോകരുത്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിച്ച് ദൈവാലോചന കേട്ട ദൂതുകൾ പ്രാപിച്ച് ജനത്തിന് നൽകിക്കൊടുക്കാനുള്ള ആലോചനയുമായി നിങ്ങൾ സഭയ്ക്കകത്ത് ചെല്ലുമ്പോൾ, നിങ്ങൾ സഭയും പ്രാർത്ഥിക്കുമ്പോൾ, സഭ ഒരുക്കത്തോടുകൂടി വരുമ്പോൾ, നിങ്ങൾ ശുശ്രൂഷിക്കാൻ എഴുതേക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ വാൻ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കും. നിങ്ങളെ കാത്തുകൊണ്ട് നിങ്ങളെ ദൈവം ശക്തമായി ഉപയോഗിക്കും. പ്രൈസ്. അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് അല്ലേരിയ, ദൈവത്തിന്റെ ആലോചനകൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ദൈവദൂത് പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ, ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ അല്ലിയ ദൈവത്തിനെ കാത്തിരിക്കാതെ അല്ലേരിയ മനുഷ്യൻ തിരക്കേറി അല്ലേരിയ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം പരാജയപ്പെടുകയാണ്. അല്ലേരിയ. നമുക്കറിയാം അല്ലിയ വേർപെട്ട കൂട്ടങ്ങളെന്നൊക്കെ പറയുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് തലമൂത്ത പ്രായമുള്ള ശുശ്രൂഷി തഴക്കവും പഴക്കമുള്ള ശക്തമായി ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, വേർപാടിന് വേണ്ടി നിൽക്കുന്ന, ദൈവവചനത്തിനകത്ത് കൂട്ടുചേർക്കാതെ പ്രസംഗിക്കുന്ന, ദിവ്യാഗ്രഹ ചിന്തയില്ലാതെ ജീവിതത്തിൽ അശുദ്ധിയിലേക്ക് പോകാതെ സത്യസന്ധമായി ദൈവത്തിന് നിൽക്കുന്ന ശക്തരായിരിക്കുന്ന ദൈവദാസന്മാർ സഭയ്ക്കകത്തുണ്ടെന്ന്, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കകത്തുണ്ട്. അല്ലേരിയ. അപ്പൊ അവരെയോടൊക്കെ നിങ്ങൾ കേട്ട് പഠിക്കണം, അവരുടെ മെസ്സേജ് കേൾക്കണം. ഞാനീ ചില പ്രായമായ ചില ആൾക്കാരുടെ അല്ലെങ്കിൽ മെസ്സേജുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ്റെ പേരെടുത്ത് പറയും, പലരുടെയൊക്കെ പേര് പറയാൻ തോന്നലുണ്ട്. അവരൊക്കെ മെസ്സേജ്, അവരുടെയൊക്കെ വാക്കുകൾക്കകത്ത് ദൈവ സാന്നിധ്യമാണ്, അവരുടെയൊക്കെ വാക്കുകൾക്കകത്ത് ദൈവിക അധികാരമാണ്. അവർ വെറുതെ വന്ന് എന്തെങ്കിലും കണ്ടതും കേട്ടതും വിളിച്ചു പറയുന്നവരല്ല. അല്ലെങ്കിൽ അവർ വിളിച്ചു പറയുന്നത് ദൈവം കൊടുത്ത ആലോചനകളാണ്.
അങ്ങനെ ശക്തമായി ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷകൾ വെളിപ്പെടാൻ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മെ കാവൽ കാത്തുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകന് കൊടുത്തതുപോലെയുള്ള ദർശനം നമുക്ക് നൽകുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഒരു വ്യക്തിക്ക് ടെലിഫോൺ ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾ മാത്രം സംസാരിച്ച് ആ വ്യക്തിക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ പോയാൽ, ഹല്ലേലൂയ, നിങ്ങൾ ഫോൺ ഓഫ് വെക്കുവാണെങ്കിൽ അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അയാളുടെ ആലോചന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ ഇന്നത്തെ പല കാര്യങ്ങൾ. കാരണം ചിലരൊക്കെ സംസാരിച്ചാൽ അവർ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഫോണിലൂടെ ആയാലും നേരിട്ടായാലും വാതോരാതെ സംസാരിച്ച് അവരുടെ സംസാരം നിർത്തുമ്പോൾ അവർ ഫോൺ വെച്ചിട്ട് പോകും. അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നവന്റെ ശബ്ദം എന്താണ്, അവന്റെ സങ്കടം എന്താണ്, അവന്റെ വേദന എന്താണ്, അവൻ എന്താണ് പറയാൻ പോകുന്നത്, അവന്റെ ആലോചന എന്താണെന്ന് പോലും കേൾക്കാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെയല്ലേ പറയും, നമ്മൾ കാവൽ കാത്ത ക്ഷമയോടെ ഇരുന്ന് ഒരു പ്രാർത്ഥിച്ച് തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് അന്യോന്യം പ്രബോധിപ്പിച്ച് ഐക്യതയുടെ ആത്മാവ് സ്നേഹത്താൽ ആമേ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മൾ ദൈവത്തിൽ ഇരിക്കുമ്പോഴാണ് പരസ്പരം നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു പ്രവാചകൻ നിന്റെ വീട്ടിലേക്ക് വരണ്ട. ഒരു പ്രവാചകനെ നീ വിളിച്ചു വരുത്തണം. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അടിയാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിന് നീ വിദേശത്തുനിന്നും മറ്റു സ്ഥലത്തുനിന്നും അല്ലെങ്കിൽ കേരളത്തിലെ തെക്കൊന്നും വടക്കൊന്നും ആളെ വരുത്തണം. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. കാത്തിരുന്ന് പ്രാർത്ഥിച്ച ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം. ജീവിത വിശുദ്ധിയെ, സഹോദരവർഗത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവദാസന്മാരെ സ്നേഹിച്ചുകൊണ്ട്, ദൈവമക്കളെ സ്നേഹിച്ചുകൊണ്ട്, കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടെ സ്നേഹിച്ചുകൊണ്ട്, പിറുപിറുപ്പ് കൂടാതെ സ്നേഹത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി ദൈവം തരും. ക്രൈസ്തവ സമൂഹത്തോട് ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവം വിശ്വസന. നിന്നെ കാവൽ കാത്തു സൂക്ഷിക്കാനും ദൈവം വിശ്വസന. പക്ഷെ നിനക്ക് കാത്തിരിക്കുവാനും കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും സമയമില്ലാത്തതും ക്ഷമയില്ലാത്തത് കൊണ്ടും പലരും നീ പരാജയപ്പെടുന്നു. രക്തം ചെയ്യാം. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, ആമേ ശമൂവേൽ ബാലനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേദപുസ്തകം കാണാൻ കഴിയുന്നത് 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, അല്ലെ, ഏലി ശമൂവേലിനോട് ആമേ പോയി കിടന്നുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പൊ ശമൂവേലിനോട് പറഞ്ഞു ശമൂല ആ യഹോവയെ അരുളിച്ച അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവ ശമൂവേലിനെ വിളിക്കുന്ന ഭാഗമാണ് ആമേ 1 ശമൂവേൽ ദിവസം 3-ാം അധ്യായം അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വയ്യാത്ത വണ്ണം അവന്റെ കണ്ണ് മങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെട്ടുപോകുന്ന മുമ്പ് ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളികേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഏലി പറയുക, സ്തോത്രം, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, മകനെ പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയനിത എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. അപ്പൊ ഈ 3 പ്രാവശ്യം യഹോവ ശമൂവേലിനെ വിളിച്ചിട്ടും ശമൂവേലിനെ ദൈവമാ വിളിക്കുന്നു മനസ്സിലായില്ല. ഏലി പുരോഹിതനാണ് വിളിക്കുന്നുള്ള ചിന്തയിൽ ശമൂവേൽ ഓടി എഴുന്നേറ്റ് ഏലി പുരോഹിതൻ എനിക്ക് ചെന്നിട്ടുള്ള അടിയനെ വിളിച്ചു, അടിയനിതായിരുന്നു. 3-ാമത്തെ പ്രാവശ്യം ഏലിക്ക് മനസ്സിലായി, എലിപ്പുരോഹിതന് മനസ്സിലായി, ശമൂവേലിനെ വിളിക്കുന്നത് യഹോവയായി ദൈവമാണെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ വചനമൊക്കെ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ശമൂവേല് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെട്ടു പോകുന്ന ചെന്ന് ആമി സ്തോത്രം കിടന്ന സമയങ്ങളിൽ
ഹല്ലേലൂയ. യഹോവയായ ദൈവം ശമൂവേലിനെ വിളിച്ചതുപോലെ നിന്നെയും വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ദൈവസന്നിധിയിൽ വീറോടും വിശുദ്ധിയോടും കൂടി നിൽക്കുകയാണെങ്കിൽ, ശമൂവേലിനെ പോലെ നിഷ്കളങ്ക മനസ്സും നിർമ്മല ഹൃദയവും നിനക്കുണ്ടെങ്കിൽ, ആമി ശമൂവേലിനെ വിളിച്ച ദൈവം നിന്നെയും വിളിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഏലിക്ക് മനസ്സിലായി ശമൂവേലിനെ വിളിക്കുന്നത് യഹോവയാണെന്ന്. ഏലി അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഏലി ശമൂവേലിനോട്, നീ പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ. 4-ാം തവണ ശമൂവേലിനോട് പറയാം ഏലി പുരോഹിതൻ, ഇനി നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയെ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞ് അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് പോയി കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ അതിനെ അരുളി ചെയ്യണമേ, അടിയെ കേൾക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭാഗമൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവശബ്ദം കേട്ട ശമൂവേല്, ഹല്ലേലൂയ, ദൈവശബ്ദം കേട്ട ശമൂവേലിന്റെ നിർമ്മലമായ മനസ്സും നിർമ്മലമായ ഹൃദയവും ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളായിരിക്കും നിങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിനുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോട് ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കും. നിന്റെ സകല ആകുലതകളും നിന്റെ സകല സങ്കടങ്ങളും നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ യഹോവയായി ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. ശമൂവേലിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുക. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം എന്താണ് വായിക്കുന്നത്? ഹല്ലേലൂയ. ശമൂവേൽ ബാലൻ യഹോവേ അരുളി ചെയ്യണമേ, അടിയും കേൾക്കുന്നു എന്ന് പറഞ്ഞു കർത്താവിന്റെ പാദത്തിൽ കാത്തിരുന്നു. അപ്പോൾ കർത്താവ് അപ്പോൾ കർത്താവ് ഈവൻ ബാലനല്ലോ എന്ന് നിസ്സാരമായി കരുതാതെ ഹൃദയം തുറന്ന് ശമൂവേലിനോട് സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പം എന്ത് ചെയ്തു? ശമൂവേലിന്റെ മനസ്സിൽ ഞാൻ ബാലനാണെന്നുള്ള ചിന്ത വരാത്ത വിധത്തിൽ യഹോവയായി ദൈവം ഹൃദയം തുറന്ന് ശമൂവേലിനോട് സംസാരിച്ചു. ദേശത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളും മഹാപുരോഹിതനായിരിക്കുന്ന ഏലിയുടെ കുടുംബ രഹസ്യങ്ങളെ കുറിച്ചും തുറന്ന് സംസാരിച്ചു. ഹല്ലേലൂയ. യഹോവയായ ദൈവം ശമൂവേലിനോട് ദേശത്തെക്കുറിച്ചുള്ള ആലോചന, ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത ഏലിപ്പുരോഹിതന്റെ കുടുംബത്തെക്കുറിച്ചും ഏലിപ്പുരോഹിതന്റെ മക്കളെക്കുറിച്ചും യഹോവയായി ദൈവം ശമൂവേലിനോട് തുറന്ന് സംസാരിച്ചു. കർത്താവിനെ കാത്തിരുന്ന് അവന്റെ ശബ്ദം കേൾക്കുവാനായി ശമൂവേൽ അഭ്യസിച്ചതുകൊണ്ട് പിന്നീട് മഹാനായ ഒരു പ്രവാചകനായി മാറി. അപ്പം ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുത്ത, ദൈവാലയത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി നിർമ്മല ഹൃദയത്തോടുകൂടി നിന്ന ഈ ശമൂവേലിനെ, ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ആഗ്രഹത്തോടുകൂടി ഇരുന്ന ശമൂവേലിനെ പിന്നത്തേതിൽ ദൈവം എന്തായി? ഒരു മഹാപ്രവാചകനായി അഭിഷേകം ചെയ്തു. മാത്രമല്ല, ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരുന്ന ശൗലിനെ അഭിഷേകം ചെയ്തു. അപ്പൊ ശമൂവേൽ നല്ല പ്രവാചകനായി, ഹല്ലേലൂയ, നല്ലൊരു ന്യായാധിപനായി, ഹല്ലേലൂയ, ഒരു നല്ല പുരോഹിതനായി, ഒരു മാതൃകയുള്ള ഒരു വ്യക്തിയായി ശമൂവേൽ മാറിത്തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ശമൂവേലിനോട് ഇടപെട്ട ദൈവം നിങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവ് പിതാ, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവം ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുന്ന ക്ഷമയോടെ കാത്തിരിക്കുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ, നിന്നെ കാവൽ കാത്തുകൊണ്ട് സൂക്ഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിന്റെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് ശമൂവേലിനെ ഒരു മഹാപ്രവാചകനായി മാറ്റിയതുപോലെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ തലമുറകളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം, ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കണം. ഇന്നത്തെ തലമുറ ദൈവശബ്ദം കേൾക്കാൻ സമയമില്ലാതെ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വഴുതിപ്പോയി. അതുകൊണ്ട് തലമുറകൾ ഇടയിൽ നിന്നത്തെ ശുശ്രൂഷകന്മാർ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആരെല്ലാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, അങ്ങനെയുള്ള തലമുറകളെ ദൈവശക്തമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ദൈവവചനം കേൾക്കുവാൻ കാതുകൾ തുറക്കണം. ദൈവശബ്ദം കേൾക്കുന്നതിന്റെ കാതുകൾ തുറക്കണം. കാത്തിരുന്ന് പ്രാർത്ഥിക്കുള്ള മനസ്സ് നിനക്കുണ്ടായിരിക്കണം. ക്ഷമയോടെ പ്രാർത്ഥിക്കുള്ള മനസ്സ് നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് മോശയോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, മോശയോട് ഒരു ഭാഗമുണ്ട്. കർത്താവിന് മോശയോട് സംസാരിക്കണം. അതിനുവേണ്ടി കർത്താവ് മോശയോട് പറഞ്ഞെന്താ? ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക, എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും എന്ന് യഹോവ മോശയോട് പറയുക.
എന്നിട്ട് മോശ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. മോശ എന്താണ്? ഹല്ലേലൂയ. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരണം. ഹല്ലേലൂയ. അപ്പൊ മോശ പറഞ്ഞു, നീ രാവിലെ തന്നെ ഒരുങ്ങി സീനായി പർവ്വതത്തിൽ എന്റെ സന്നിധിയിൽ വരണം. ഹല്ലേലൂയ. എന്റെ സന്നിധിയിൽ വരണം. നിന്നോട് കൂടെ ആരും കാണരുത്. അപ്പൊ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് സംസാരിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകണം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കുവാൻ അങ്ങനൊരു തീരുമാനം. ദാവീദ് തന്റെ അനുഭവം പങ്കിടുമ്പോൾ, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനം 5:3 കാണുന്നുണ്ട്. ദാവീദിന്റെ ആഗ്രഹം എന്താ? അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കണമെന്നാണോ? അതാണ് ദാവീദ് പറയുന്നത്. അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹം. അല്ലെങ്കിൽ സങ്കീർത്തനം 5:3 നമ്മൾ വായിച്ചല്ലോ, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ലേലിയ എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പ്രശ്നം ആ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പ്രഭാത ധ്യാനത്തിന്റെ വൈശിഷ്ട്യം ലക്ഷ്യബോധമുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. പ്രാർത്ഥനയ്ക്കായി ദാനിയേലിനെ പോലെ നമുക്കും കഥകൾ തുറന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദാനിയേല് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ശമൂലിനെ പോലെ, ദാവീദിനെ പോലെ, ദാനിയേലിനെ പോലെ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്കും കഴിയും. ലേലിയ മോശയോട് ദൈവം സംസാരിപ്പാൻ ആഗ്രഹിച്ച് രാവിലെ തന്നെ ഒരുങ്ങി രാവിലെ തന്നെ സിനായി പർവ്വതത്തിൽ കയറി വരണം. നിന്നോട് കൂടെ ആരും കാണരുത് പറഞ്ഞ പോലെ അത് ദൈവം നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ വിവിധ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, യേശു നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബം തകർന്ന് ഛിന്ന ഭിന്നമായി കിടക്കുന്ന അനുഭവമല്ലേ? കുടുംബത്തിനകത്തും മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് നിന്റെ കുടുംബം തകർന്ന് നിന്റെ ഭർത്താവും നിന്റെ മക്കളും നിന്റെ ഭാര്യയും എല്ലാം മയക്കുമരുന്നുകൾക്ക് ലഹരിക്കും അടിമകളായി നിന്റെ കുടുംബം സ്വതം തകർന്നുകൊണ്ടിരിക്കും. കുടുംബത്തിൽ അസ്വസ്ഥത പെരുകുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ താഴ്ചകൾ മാത്രം, തകർച്ചകൾ മാത്രം, പരാജയം മാത്രം നേരിടുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ദൈവത്തിലേക്ക് പ്രാർത്ഥനയോടെ മടങ്ങി വന്ന് കാത്തിരിക്കുവാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, ശമൂലിനോട് സംസാരിച്ച ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുമെന്ന് രക്തം ചെയ്യാം. വിശ്വസിക്കുന്ന ദൈവജനമെന്ന് സ്തോത്രം പറഞ്ഞാട്ട് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂതുകൾ പറയുന്നത്, നിന്റെ കുടുംബത്തെ കാത്ത് സൂക്ഷിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. കഷ്ടതയുടെ, പ്രതിസന്ധിയുടെ, പ്രശ്നങ്ങളുടെ, പ്രതികൂലത്തിന്റെ, കണ്ണുനീരിന്റെ, രോഗത്തിന്റെ, പാപത്തിന്റെ, ശാപത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നതിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ വിടുവിക്കുവാൻ ഒരു ശമൂവേലിനെ ദൈവം ഉപയോഗിച്ചതുപോലെ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിന്നെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം ഇന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെല്ലാം മാറും കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത്. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദാവീദ് വീണ്ടും പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് വീണ്ടും പറയുന്ന ഒരു ഭാഗം 25-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. 25-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ഇത് പറയാ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഹല്ലേലൂയ. കൃപയുടെ പാഠശാലയിലെ 3 ക്ലാസുകൾ അറിയിക്കുക. എന്താണ്? ഹല്ലേലൂയ. 3 ക്ലാസുകൾ. കൃപയുടെ പാഠശാലയിലെ 3 ക്ലാസുകൾ എന്താണ്? 1 അറിയിക്കുക, 2 ഉപദേശിക്കുക, 3 നടത്തുക. ഹല്ലേലൂയ. അപ്പം വിശുദ്ധീകരണം ആഗ്രഹിച്ച്, പരിജ്ഞാനം അന്വേഷിച്ച്, ഉറപ്പ് ലഭിച്ച്, സഹിഷ്ണുത പ്രായോഗികമാക്കി അങ്ങനെ ദിവസം മുഴുവൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദാവീദ്, ഹല്ലേലൂയ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ ആശ്രയിച്ചു എന്ന അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ കണ്ണെപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വാലയിൽ നിന്ന് വിടുവിക്കും. ദിവസം മുഴുവൻ കാത്തിരിക്കുന്ന ദാവീദിനെ, ദാവീദിന്റെ കണ്ണ് യഹോവയിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയാ, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കുമെന്ന്.
അതേ സ്നേഹിത, നീയും ദൈവത്തിന് കാത്തിരുന്ന നിന്റെ കണ്ണുകൾ സ്വർഗത്തിലെ ദൈവത്തെങ്കിലും ഉയർത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്നെ വലയിൽ വിടിവിക്കുവാൻ ശക്തനായ ദൈവമുണ്ട്. വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ പാതയുടെ അനുഭവത്തിനെ വിടിവിച്ച് തന്റെ തൂവലുകൾ കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് കേട്ടോ. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായികൾ കാണുന്നുണ്ടല്ലിയ. കർത്താവ് പ്രാർത്ഥിക്കുവാൻ എന്ന് പറയാതെ, അല്ലല്ലിയ, കർത്താവ് പ്രാർത്ഥിക്കുവാൻ എന്ന് പറയാതെ. നമ്മളോട് കർത്താവ് പ്രാർത്ഥിക്കണമെന്നല്ല പറയുന്നേ. കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് പറയാതെ നമ്മളോട് കർത്താവ് പറയുന്നത് എന്താ പറയുക? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലല്ലിയ, അല്ലല്ലിയ. അതാണ് കർത്താവിന്റെ ദൂത്. പ്രാർത്ഥിക്കണമെന്നല്ല യേശു പറയുന്നത്. യേശു പറയുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവരോടൊരു ഉപമ പറഞ്ഞത്. അല്ലേലിയ. നമ്മൾ ലൂക്കോസ് സുവിശേഷം 18:1 കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, നിരാശപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കണം, ഭയപ്പാടില്ലാതെ പ്രാർത്ഥിക്കണം, സഹിഷ്ണുതയോടെ പ്രാർത്ഥിക്കണം, താഴ്മയോടെ പ്രാർത്ഥിക്കണം, വിനയത്തോടെ പ്രാർത്ഥിക്കണം, അനുതാപത്തോടെ പ്രാർത്ഥിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്താണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച ശമൂലിനോട് ദൈവം സംസാരിച്ചെങ്കിൽ, മോശയോട് പർവ്വതത്തിൽ കയറി വരാൻ പറഞ്ഞെങ്കിൽ, ദാവീദിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അവന്റെ കാലുകളെ വലയിൽ വിടുവിച്ചെങ്കിൽ, ദാനിയേലും അലിയെ പ്രാർത്ഥിച്ചപ്പോൾ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ച ദൈവമുണ്ട്. അതെ, നിന്റെ സകല പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ വിടുവിക്കുവാൻ യേശു ശക്തനാ. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ, അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട്, അതെ, കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രവാചകന്മാർക്ക് പ്രത്യേകമായി ഒരുക്കിയിരുന്ന മുറിക്കകത്തിരുന്ന് അവർ പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രാപിച്ച് ജനത്തോടും ദേശത്തോടും ഐക്യ ദൂതുകൾ പ്രാപിച്ച് ദൈവസഭയ്ക്കകത്ത് ആ കാലഘട്ടത്തിൽ, അല്ലേലൂയ, പ്രാപിച്ച ആ കാലഘട്ടത്തിൽ ശക്തമായ ദൂത് അന്നത്തെ ജനത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നല്ല പ്രവചന ശുശ്രൂഷകൾ നമുക്ക് വേദപുസ്തകത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ പുതിയ നിയമസഭ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രവചനം ഏറ്റെടുക്കുവാൻ, പ്രവചന ദൂതുകൾ ഏറ്റെടുക്കുവാൻ, അത് സഹിഷ്ണുതയോടെ ദൈവാത്മാവിൽ നിറയപ്പെട്ട് പറയുവാൻ ദൈവത്തിന്റെ പ്രവചനം പ്രാപിക്കണം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കണം. ദൈവശബ്ദമായിരിക്കണം നമ്മളോട് പറയേണ്ടത്. പണത്തിന് വേണ്ടിയിട്ട് പ്രവചിക്കരുത്. വിദേശത്ത് പോകാൻ വിസ കിട്ടാൻ വേണ്ടി പ്രവചിക്കരുത്. വിദേശത്ത് പോയി പണം ഉണ്ടാക്കാൻ വേണ്ടി പ്രവചിക്കരുത്. വിദേശത്ത് പോയി കാണാൻ വേണ്ടി നീ പ്രവചിക്കരുത്. ദൈവം തരാത്ത ആലോചന നീ പോയി ആലോചന പറഞ്ഞ് വിദേശത്ത് നീ വിസ മേടിച്ച് ചെന്നാൽ അവിടെ നീ പരാജയപ്പെടും. പലരും അല്ലെ പ്രവചനമുണ്ട്. വിദേശത്ത് പോകുമ്പോഴേ, ചിലർക്ക് പ്ലെയിനിൽ കയറുമ്പോഴേ, ചിലർക്ക് ബസ്സിൽ കയറുമ്പോഴാ, ചിലർക്ക് എയർപോർട്ടിൽ നിൽക്കുമ്പോഴാ, ചിലർക്ക് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാ പ്രവചനം. എന്നിട്ട് സഭയിച്ചെന്ന് പറയും ദൈവാലോചന അല്ലാത്തത് കൊണ്ട് അവർ ശുശ്രൂഷയെ പരാജയപ്പെട്ടവർ നാട്ടിൽ വന്നിട്ട് പറയും, എന്റെ പാസ്റ്റർ അവിടെ പോയിട്ട് യാതൊരു പ്രയോജനമില്ല, അവിടെ ദേവദാസന്മാരെ ഇടിച്ചിട്ട് നടക്കത്തില്ലെന്ന്. ഒരു സഭയിൽ ചെല്ലാം അതുപോലെ തിരക്കാണെന്ന് എന്ന് പറഞ്ഞ എന്താ? നീ പ്രാർത്ഥിച്ച് ദൈവത്തിന് പ്രവചനം ഏറ്റെടുത്ത ദൂത് ഏറ്റെടുത്ത നീ വിദേശത്ത് പോയെന്നെങ്കിൽ നീ ശുശ്രൂഷയെ പരാജയപ്പെടത്തില്ല. നീ ദൈവസ്ഥിതി പ്രാപിച്ചെടുക്കാതെ നിനക്കൊരു വിസ കിട്ടി വിദേശത്ത് പോയി നിന്റെ നേരെ പണം ഉണ്ടാക്കാൻ പോയത് കൊണ്ട് അവിടെ ശുശ്രൂഷയെ പരാജയപ്പെട്ട് നിന്നെ ആർക്കും വേണ്ടാതെയായി. നിന്റെ ആദ്യത്തെ ശുശ്രൂഷ നീ പരാജയപ്പെട്ടു പോയി. അങ്ങനെയുള്ള ചിലരേക്ക് എനിക്കറിയാം. ചിലരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. വിദേശത്ത് എയർപോർട്ടിൽ ചെന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ കണ്ണതിലൂടെ തല കൊമ്പിട്ടിന്ന് പ്രാർത്ഥിച്ച വ്യക്തികളുണ്ട്. എന്നെ വിളിച്ചിട്ട് പോലെ പാസ്റ്റർ പ്രാർത്ഥിക്കുക, ഇവിടെ വന്നിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ദൈവാലോചന ഇല്ലാതെ എങ്ങോട്ടും പോകരുത്. ദൈവാലോചന ഇല്ലാതെ നീ പോയാൽ നീ പരാജയപ്പെടും കേട്ടോ. ഹബക്കൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, ദൈവം കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ദാവീദ് ദൈവസന്നിധി കാത്തിരുന്ന പോലെ നിനക്കും കാത്തിരിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവശബ്ദം നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, 65 സംഗീതം 2-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനം എന്താണ്? ഹല്ലേലൂയ, 65 2-ാം വാക്യം, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്.
പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ഉറപ്പുണ്ടായ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവസനിലേക്ക് സകല ചെലവും ചെല്ലണമെന്ന് ദൈവാത്മാവ് പറയുക എന്ന് പറഞ്ഞാൽ, ഭക്തൻ അപകടത്തെക്കുറിച്ച് ബോധവാനാണ്. ശത്രു ദുഷ്ടനും ശക്തനുമാണ്. അവന്റെ ആക്രമണം വളരെ രഹസ്യമായിട്ടായിരിക്കും. പരീക്ഷയിൽ അകപ്പെടാതെ തന്നെ മറച്ചുകൊള്ളണമെന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ വചനത്തെ കാണാൻ കഴിയുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാ, ശത്രു ഭയങ്കര തന്ത്രശാലിയാണ്. അവൻ ശക്തനാണ്. അവൻ സൂത്രങ്ങൾ വിനയുന്നവരാണ്. അവരേത് വിധത്തിൽ എന്തിനെ അപകടത്തിൽ ചാടിക്കും, കെണിയിൽ ചടത്തിക്കാൻ അവൻ ഒരുങ്ങും. അതുകൊണ്ട് നീ കെണിയിൽ ചാടിപ്പോകാതെ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകം നമ്മൾ വായിച്ചതുപോലെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. അവിടെ എന്താണ് വായിച്ചത്? ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്തു എന്നും എന്റെ ആപരാധി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. തുടർന്ന ഭാഗം വായിക്കുമ്പോൾ ഹബക്കൂക്കിനോട് ദൈവം സംസാരിക്കുന്നത് കാണാൻ കഴിയും. അത് ഇന്ന് പകലിന്റെ കേൾക്കുന്ന മാതാവേ, ദൈവശബ്ദങ്ങൾക്ക് ഒന്നിനും ലഭിച്ചു കൊടുക്കാമോ? കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് വലിയൊരു ചെറിയ ഞങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നു. കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായ 800 കോടി ജനങ്ങളെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണം, മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനദൈവാധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവിയുടെ BSF, CRPF, ക്രമസമാധാന പാലക, നിയമ നിർമ്മാണങ്ങൾ, രഹസ്യങ്ങളെ, കർത്താവിന്റെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ഞങ്ങളുടെ ജുഡീഷ്യൽ സെക്ഷനുകളെ, കടലിലും കടലിലും ആകാശമാർഗം വാഹന യാത്ര ചെയ്യുന്ന വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, കടലിലൂടെ തീരവാസികൾ, മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, അല്ലെങ്കിൽ വനനിശ്ചിതമായ വ്യാപാരികളും വ്യവസായികളും വഴിയോര കച്ചവടക്കാരെ, ക്ഷീരമേഖലയിൽ പണിയെടുക്കും, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യം, വിദ്യാഭ്യാസ, സാമ്പത്തിക ഭാഗ്യമേഖലയിലായിരിക്കുന്നവർ, കൺസ്ട്രക്ഷൻ വെക്കാൻ, ഓട്ടോ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനും ഹെവി വാഹനം ഓടിക്കുന്ന സകലരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്രമാധ്യ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്, മയക്കുവിൻ, പാൻസിലേക്കും അടിമപ്പെട്ട് കിടക്കുന്ന, തീവ്രവാദ ഭീകര വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്നവർ, രാഷ്ട്രീയത്തിനുവേണ്ടി, മതത്തിനുവേണ്ടി കലാപം സൃഷ്ടിക്കുന്നവരെ ഒക്കെ ദൈവം സന്ദർശിക്കണമേ. ഹല്ലേലൂയ. സകല ജടികമായ ജീവിതം നയിക്കുന്നവരെയും, ഹല്ലേലൂയ, നിരീശ്വരവാദ യുക്തിവാദികളെ ഒക്കെ ദൈവം സന്ദർശിപ്പാൻ ദൈവമില്ല എന്ന് വാദിക്കുന്നു അനുവാദി ആളുകളോട് ദൈവം ഇടപെട്ടവർക്ക്, മാനസാന്തരങ്ങളുടെ അക്രമകാരികളെ, അക്രമം ചെയ്യുന്നവരെയൊക്കെ ദൈവം സന്ദർശിക്കണമേ. ദേശരാജ്യം ജോലിക്ക് പഠിക്കാൻ കടന്നുപോയിരിക്കുന്നവർ, കഷ്ടം സഹിക്കും, വേദന ലഭിക്കും, ദുഃഖം അനുഭവിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടു, വിസ നഷ്ടപ്പെട്ടു, നാട്ടിൽ കഴിയുന്ന പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, കർത്താവിന്റെ ദേശ പീഡനവിന്റെ സൗര്യമാണ് ഇവരെല്ലാം ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷത്തെ ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിലും, വാർദ്ധക്യത്തിലും, വൃദ്ധരശന, യാച, തലമുറയിലായിരിക്കുന്നവർക്കായി, സമരമില്ലാത്തവർക്കായി, തലമുറയില്ലാത്തവർ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സൗരന്മാർക്കായി, സ്തോത്രം, തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കടബാധയിൽ കടന്നു പോകുന്നവരുടെ ഭാരം ജപ്തി നേരിടുന്നവരുണ്ട്. വിധമായ രോഗത്തിന് അധീനരായി കിടക്കുന്നവരുടെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവിയുടെ എല്ലാം ദൈവം വിടിവിക്ക് സൗഖ്യ സമാധാനം കൊടുക്കണമേ. ദൈവശബ്ദയുടെ കാത്തുകൾ കേൾക്കുക. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്നത് തലമുറയെ ജനിപ്പിക്കണം. യേശു കർത്താവിന്റെ വിടിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.